ആദ്യം തന്നെ ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഖത്തറിലേക്കാണ്. ഖത്തറിൽ നടന്ന അന്താരാഷ്ട്ര ആർട്ട് ഫെസ്റ്റിവലിൽ മലയാളി തിളക്കം എന്നുള്ളതാണ് ഈ വിശേഷം. വൈവിധ്യമാർന്ന കലാസൃഷ്ടികളുമായി മലയാളികളെല്ലാം തന്നെയും മേളയിൽ സജീവമായിരുന്നു. ഖത്താറയിലെ നിറക്കൂട്ടുകൾക്കിടയിൽ അവർ കലാജീവിതം പറയുകയാണ് നമ്മളോട്. എൻ്റെ പേര് സലീമ. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്ന ഖത്തറിൽ 10 വർഷമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആർട്ട് വർക്ക്സ് എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് മീഡിയ ആർട്ട് വർക്കാണ്. അതിൽ അബ്സ്ട്രാക്ട് എക്സ്പ്രഷനിസം. അപ്പോൾ ഞാനതിൽ പെയിൻറ്റിങ്, അതിൻ്റെ കൂടെ ത്രെഡ് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഖത്തറിലെ നാച്ചുറൽ റിസോഴ്സിൻ്റെ അബ്സ്ട്രാക്ട് ഫോമായിട്ട് സീനെ ഡെപ്പിക്റ്റ് ചെയ്യാൻ ബ്ലൂ, സാൻഡിനെ ഡെപ്പിക്റ്റ് ചെയ്യാൻ ബ്രൗണും, പിന്നെ മാംഗ്രോവ്സിനെ ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലെയർഡ് പെയിൻറ്റിംഗ് ആയിട്ട് ടെക്സ്ചർ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ത്രെഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പെർട്ടിക്കുലർ സ്റ്റൈല്. ഈ പെർട്ടിക്കുലർ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പേൾ ഇൻഡസ്ട്രി എന്നുള്ള കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഖത്തർ ഇസ് നോൺ ഫോർ പേൾ ഡൈവിങ്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. ഇത് പറഞ്ഞാൽ ഈ നാച്ചുറൽ റിസോഴ്സിനെ എങ്ങനെ നമ്മൾ കൺസേർവ് ചെയ്യുക. അപ്പോൾ ഇതിലൊരു അറബിക് കാലിഗ്രഫി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഗോൾഡൻ ലെറ്റേഴ്സിൽ ഇസ്തിദാമ എന്നാണ് എഴുതിയിട്ടുള്ളത്, മീനിങ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ എങ്ങനെ ഈ റിസോഴ്സിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നതിനാണ് ചെയ്യുന്നത്. ഇതെല്ലാം ത്രെഡ് വർക്ക്സ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മിക്സ്ഡ് മീഡിയ ആർട്ട് വർക്ക് ആയിട്ടാണ്. I'm an artist. My name is Bindu George. I'm a wildlife artist. So this art is about endangered species. We have to take care of our wild animals. They are fast disappearing. So ഇതിപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു തീം മനസ്സിലാവും, ദാറ്റ് ദേ ആർ ഫേഡിങ് അവേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആനിമൽസ് ഓൾസോ ഓൾ ഓഫ് ദം ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. കാരണം നമ്മുടെ ഇവിടെ ഖത്തറിൽ പീപ്പിൾ ആർ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. അതുപോലെ ദീസ് ആനിമൽസ് ആർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. എല്ലാം എൻഡേഞ്ചേർഡാണ്. And they are coming to ask for justice, sort of, അവർ പറയുന്നത് we can coexist. നമ്മൾ ഹ്യൂമൻസ് മാത്രം ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്തിട്ട് വാട്ട്സ് എ യൂസ്? ദേ ആർ ഗോഡ്സ് ക്രീച്ചേഴ്സ് ഓൾസോ. സോ അവർ വന്ന് പറയുന്നത് we all can coexist, and I think we should listen to them. I am the voice. I try to paint these kind of animals. സോ അതാണ് ഡിപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഈ ഒരു റെഡ് ഗ്ലൗസ് കൊടുക്കും അവരുടെ കയ്യെല്ലാം. അത് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് സൈൻ ചെയ്യാൻ പറയും. സോ ദേ പാർട്ടിസിപ്പേറ്റ് വിത്ത് മൈ ആർട്ട്. And also they are aware and അവർ പറയുക stop poaching, stop killing them. So that is another theme. ഷക്കീല, നാട്ടിൽ തൃശ്ശൂരാണ്. ഞാൻ യൂഷ്വലി ചെയ്യാറ് റെസിൻ ആർട്ടാണ്. പിന്നെ സ്ട്രിങ് ആർട്ടും പോറിങ് ആർട്ടും ചെയ്യാറുണ്ട്. ഡെക്കോപാഷൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ എം ഫോക്കസിങ് ഓൺ റെസിൻ, സ്ട്രിങ് ആൻഡ് പോറിങ് ആർട്ട്. എനിക്ക് എല്ലാ ആർട്ടും ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്തോ റെസിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. സോ ലൈക്ക് ബൗളുകൾ ഉണ്ടാക്കുക, കോസ്റ്റേഴ്സ്, പിന്നെ ഈ കുഞ്ഞ് ആയത്തുൽ കുർസികളൊക്കെ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഫോക്കസ് ചെയ്തത്. സ്ട്രിങ് ആർട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബട്ട് ദെൻ അതിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ് വരുമ്പോൾ അത് ഭയങ്കര ഒരു എല്ലാവരും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ആ വർക്കിനെ. ദെൻ പിന്നുള്ളതാണ് പോറിങ് ആർട്ട്. പോറിങ് ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെറ്റ്സ് ഒരു എന്താ പറയുക, മിക്സ് മീഡിയ പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ അതിൽ PM എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് അക്രിലിക്കും വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പോർ ചെയ്യുമ്പോഴത്തെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളുടെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇറ്റ്സ് ലൈക്ക് എ സ്ട്രെസ് റിലീഫ് തിങ്. പോറിങ് ആർട്ട് അതും ചെയ്യാറുണ്ട്. ഞാനിവിടെ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി ഖത്തർ ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യാണ്, ഫൈനാൻസ് സ്പെഷ്യലിസ്റ്റായിട്ട്. ഇത് എൻ്റെ ഒരു ഹോബി ആണ്. പല ഹോബീസ് ഉണ്ടായാലും ഒരു ഹോബിയാണിത് കേട്ടോ. എൻ്റെ പേര് സഫീർ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് എന്നുള്ള ഗ്രാമപഞ്ചായത്തിൽ ഏനാമാവ് പ്രദേശത്ത് നിന്ന് കെട്ടിങ്ങൽ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ്. പൊതുവെ പ്രകൃതിയോട് ഈ പച്ചപ്പിനോടൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. പ്രകൃതിയിലൂടെ നടക്കാനും പ്രകൃതിനായിട്ട് ഇടപഴകാനൊക്കെ ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ചിത്രങ്ങൾ ഇങ്ങനെ വരുന്നത്. ഞാൻ ആക്രിലിക് പെയിൻറ്റിംഗ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഒരു 2-3 വർഷമായിട്ടുള്ള പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. മുൻപ് കുറച്ച് ചിത്രം വരച്ചിരുന്നു, പക്ഷെ എന്നിരുന്നാലും അത്ര അങ്ങോട്ട് എക്സ്പീരിയൻസ്ഡ് ആയിരുന്നില്ല. പെൻസിൽ ഡ്രോയിങ് കുറേ നാൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ പെയിൻറ്റിംഗ് ആയിട്ട് ഒരു 2-3 വർഷമായിട്ടുള്ളൂ. 2020 ശേഷമാണ് ഞാൻ പെയിൻറ്റിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതും ആക്രിലിക് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രകൃതിയിലെ സന്തോഷങ്ങളും വേദനകളൊക്കെ വരയ്ക്കാനുള്ള ഒരു ശ്രമം പ്രാക്ടീസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് ഫാരിഷ ആരിഫ് എന്നാണ്. നാട്ടിൽ പാലക്കാട് ജില്ലയിലാണ്.
ചെറുപ്പം മുതലേ ആർട്ടും ക്രാഫ്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതായത് ഈ കാലിഗ്രഫി, അറബിക് ലെറ്റേഴ്സും അതിൻ്റെ ബ്യൂട്ടി, പിന്നെ അത് ചുമരിലും അതുപോലെ തന്നെ മസ്ജിദിലും ഒക്കെ അങ്ങനെ എഴുതുന്നത് ഇങ്ങനെ നോട്ടീസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ആർട്ട് ഉണ്ട് എന്നുള്ളത് ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അറിയില്ലായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയപ്പോൾ പഠിക്കാനുള്ള ഇൻട്രസ്റ്റായി. ഇപ്പോൾ ഞാൻ ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കാലിഗ്രഫി ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 സ്ക്രിപ്റ്റാണ് ഞാൻ ഇതിലൂടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. അതിലെ ഒരു സ്ക്രിപ്റ്റ് മൈക്കലം അക്കാഡമി യു കെയിലാണ് ഉസ്താദ് പഠിപ്പിക്കുന്നത്, അങ്ങനെ പഠിക്കുന്നു. പിന്നെ ഇത് അൽ വിസാം സ്ക്രിപ്റ്റ് എന്ന് പറയും, അത് പാകിസ്ഥാനിലുള്ള ഒരു സാറിൻ്റെ കീഴിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ഷബിജ. ഞാൻ വന്നത് സൗദിയിൽ നിന്നാണ്. നാട്ടിൽ കോഴിക്കോടാണ് വീട്. 4 ചിത്രങ്ങളുണ്ട്. ഇത് 4 എണ്ണമാണ്. അക്രിലിക് പെയിൻറ്റിംഗ് ആണ് യൂസ് ചെയ്തത്. അബ്സ്ട്രാക്ട് പെയിൻറ്റിംഗ് ആണ് വെച്ചിട്ടുള്ളത്. ഞാൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യണത്. അവിടെ പഠിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫി, പിന്നെ ജേർണലിസം ഉണ്ടായിരുന്നു, പിന്നെ ആർട്ട്, ഗ്രാഫിക് ഡിസൈൻ, ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പെയിൻറ്റിങ് എനിക്ക് എൻ്റെ പാഷനാണ്. ട്രാവലിങ്ങും പെയിൻറ്റിങ്ങും ഫോട്ടോഗ്രാഫിയൊക്കെ. അപ്പം ഞാൻ അതിനായിട്ട് അങ്ങനെ വന്നതായിരുന്നു. ഞാനൊരു 10-12 വർഷം മുന്നേ കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഒരു സോളോ എക്സിബിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ സൗദിയിൽ വർക്ക്ഷോപ്സ്, അരാംകോല് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഞാൻ സെക്കൻഡ് ടൈമാണ് അവിടെ വരുന്നത്. പിന്നെ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പല ആർട്ടിസ്റ്റുകളെ കാണാൻ പറ്റും. ഫൈസൽ ഹംസ, മീഡിയ 1, ദോഹ.